പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ യുവാവിനെ ജീവിതത്തിൽ തിരികെ എത്തിച്ച് പോലീസ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ ഈ വീഡിയോയിലെ പയ്യൻ പുഴയിൽ ചാടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? വെള്ളത്തിൽ ചാടിയ ആ ചെറുപ്പക്കാരൻ മരിക്കുകയായിരുന്നെങ്കിലോ അവനും അവന്റെ വീട്ടുകാർക്കും മാത്രമായിരുന്നു നഷ്ടം. എന്നാൽ വെള്ളത്തിൽ വീണ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുകയായിരുന്നുവെങ്കിലോ അവൻ നിയമത്തിന്റെ മുന്നിലും സൊസൈറ്റിയുടെ മുന്നിലും ഒരു കുറ്റക്കാരനായി മാറിയേനെ. എന്നാൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടും നിയമവും മാത്രമല്ല ഇവിടുത്തെ വിഷയം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. ആലോചിച്ചു നോക്കൂ, ആ ചെറുപ്പക്കാരനെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത്? കയറി വാ മോനെ, എല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കേൾക്കാൻ തയ്യാറായി. ആ ചെറുപ്പക്കാരന്റെ വിഷമങ്ങൾ കേട്ടു, ആശ്വസിപ്പിച്ചു. ആ സമയത്ത് ആ ചെറുപ്പക്കാരന് വേണ്ടിയിരുന്നത് ഒരു കൈത്താങ്ങായിരുന്നു. ഇതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഒരു വിഷമം ഉണ്ടായാൽ ഒരൊറ്റ കാര്യം ചെയ്യുക. നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വിശ്വസ്തനായ ഒരാളെ കണ്ടെത്തുക. അത് നിങ്ങളുടെ സുഹൃത്താകാം, അധ്യാപകരാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗമാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ കേൾക്കാൻ ഒരാളും കരഞ്ഞു തീർക്കാൻ ഒരു തോളും മാത്രമായിരിക്കും. മനസ്സിലെ ഭാരം ഇറക്കി വെക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടും. ഓർക്കുക, ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും 100 വഴികളുണ്ടാകും പരിഹാരം കാണാൻ. പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നഷ്ടപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ആത്മഹത്യാ പ്രേരണ തോന്നുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ കേരള ഗവൺമെന്റിന്റെ 1056 എന്ന ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സഹായം തേടുക.